ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സ്റ്റുഡന്റ് ഏറ്റവും പ്രധാനമായിട്ട് ആ സ്റ്റുഡന്റിന്റെ മൈൻഡിൽ ഉണ്ടാവേണ്ട ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് പ്രാക്ടിക്കൽ ലൈഫിൽ പോലും നമ്മുടെ നോളജ് ബേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള ഡിസ്കഷൻ. അതിൽ നമ്മൾ ഫോർമൽ സ്ട്രക്ചർ ഒന്നും നിശ്ചയിച്ചിട്ടല്ല ഇത് സംസാരം. ഒരു സിംപ്ലിഫൈഡ് മാനറിൽ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ടേംസിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാനിവിടെ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമ്മൾ അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. സോഴ്സസ് ഓഫ് ഫിനാൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ത്രൂ ഔട്ട് ഇതിന്റെ സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ആ സിലബസിനെ അൺകവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ടേംസ് ആണ് ഫിനാൻസുമായി ബന്ധപ്പെട്ട, അതിന്റെ സോഴ്സസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ നോർമലി നമ്മൾ എല്ലാ സമയത്തും കേട്ടുകൊണ്ടിരിക്കുന്ന കൊമേഴ്സ് സ്റ്റുഡൻസും മാനേജ്മെന്റ് സ്റ്റുഡൻസും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ടേംസ് ആണ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ലോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ന്യൂ സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിന്റെ കുറെ ഫോമുകളുണ്ട്. സീഡ് ക്യാപിറ്റൽ, ബ്രിഡ്ജ് ഫിനാൻസ്, അതേപോലെ എന്താ പറയുക വെഞ്ചർ ക്യാപിറ്റൽ, അങ്ങനെ ADRs, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഇതിന്റെ ഒരു നാച്ചുറുകൾ നമ്മൾ സംസാരിച്ചാല്, നാച്ചുറുകളെ കുറിച്ച് നമ്മൾ മുന്നോട്ട് പോയാല് നമ്മൾ ഇതില് പ്രധാനമായിട്ട് നമ്മുടെ ബിസിനസിന്റെ ഫിനാൻസ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട എന്താ പറയാ ടേം വൈസ് ആയിട്ടാണ് നമ്മൾ പറയുക. അഥവാ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സും ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സും ആണ് ഏത് ബിസിനസ്സും ഉള്ളത്. അപ്പൊ നമ്മളൊരു കോമൺ എന്താ പറയാ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ആലോചിച്ചാൽ, കോമൺ പീപ്പിളിന്റെ മാനസികാവസ്ഥയിൽ ആലോചിച്ചാൽ എന്താണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യുന്നത്? ഒരു ബിസിനസ്സുകാരൻ ചെയ്യുന്നത് ഫണ്ട് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫിനാൻസ് ഉപയോഗിച്ച് അതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് ഏർണിങ്സ്, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബിസിനസ്. അപ്പൊ നമ്മൾ ശരിക്കും ബിസിനസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണം കൊണ്ടാണ്. ബിസിനസ് പൂർണ്ണമായിട്ടും ഫണ്ട് ഓറിയന്റഡ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പണം ഇൻവെസ്റ്റ് ചെയ്യാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. എന്നിട്ടൊരു നിശ്ചിത ടേം കഴിയുമ്പോൾ, ഒരു 1 year കഴിയുമ്പോൾ ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് എന്താണ് ഏൺ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 lakh rupees, ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മൈൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്, ഒരു 1 lakh rupees എന്ത് ചെയ്യാണ് ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിൾ മീൻസിൽ ബിസിനസ്സിൽ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 1 lakh rupees ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിനെ നമ്മൾ സിമ്പിൾ ടേംസിൽ പറയാ, ആ 1 lakh നമ്മൾ പറയാ ടോട്ടൽ ആ ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അഥവാ അതിന്റെ ഹോൾ ക്യാപിറ്റൽ ആണ്. 1 lakh rupees ഒരു പ്രൊജക്റ്റിൽ ടോട്ടലായിട്ട് മുതൽ മുടക്കാൻ ഇറക്കാൻ തീരുമാനിച്ചു. ഇനി ഈ 1 lakh ആണ് ഇറക്കാൻ ആ പ്രൊജക്റ്റിൽ ആവശ്യമുള്ളത്. റിക്വയർമെന്റ്സ്, ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് 1 lakh ആണ് ഉള്ളത് എങ്കിൽ ഈ 1 lakh എന്ന് പറയുന്നത് ഈ ബിസിനസ് മാന് ഡിഫറെന്റ് ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഈ 1 lakh കണ്ടെത്താം. ഇത് ഈ ബിസിനസ്മാൻ ഒരു സിംഗിൾ ബിസിനസ്മാൻ ആണെങ്കിലോ ഒരു പിന്നെ എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിലും അവർക്ക് ഈ 1 lakh ഒന്നിച്ച് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മുഴുവനായിട്ടും ഓണേഴ്സിന്റെ ഫണ്ട്, ഓണേഴ്സിന്റെ ഫിനാൻസ് എന്താ പറയാ ചെയ്തിരിക്കുന്ന ബിസിനസ്, അതിനെ നമ്മൾ ഓൾ ഇക്വിറ്റി ഫേം ആണ് എന്നാണ് അപ്പൊ നമ്മൾ അതിനെ പറയാം. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഓണേഴ്സിന്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ബിസിനസ്. അപ്പൊ പൂർണ്ണമായി ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ്ലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ എന്നാണ് പറയാം. കോമൺ സ്റ്റോക്ക് എന്നോ ഇക്വിറ്റി ക്യാപിറ്റൽ എന്നാണ് പറയാം. ഈ ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓർഡിനറി ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്ന ഫണ്ടാണ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫേം ഓൾ ഇക്വിറ്റി ഫേം ആണ്. അപ്പൊ ഈ ഓൾ ഇക്വിറ്റി ഫേം എന്നുള്ളത് എന്താണ്? ഒരു ഓപ്ഷൻ മാത്രമാണ്.
സാധാരണഗതിയിൽ ബിസിനസ്സുകാർ ഒരിക്കലും ഏതെങ്കിലും ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അവരുടെ ഫിനാൻസിങ്ങിന് അവർ കാണുക. ഏതെങ്കിലും ഒരു സോഴ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡിഫറെന്റ് സോഴ്സ് ഉപയോഗിക്കാം, അത് അവരുടെ ഒരു ഓപ്ഷനാണ്. അത് അവരുടെ പ്രൊജക്റ്റിനനുസരിച്ചിട്ടും അവരുടെ ഏർണിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ടും മാർക്കറ്റ് കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. എന്തായാലും ഞാനതിന്റെ ഡിഫറെന്റ് ഓപ്ഷൻസിലേക്ക് ഇപ്പൊ പോവല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊജക്റ്റില് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫണ്ട് ഏത് സോഴ്സിൽ നിന്ന് മാത്രമായിട്ട് കണ്ടെത്താം? ഓണേഴ്സിന്റെ സോഴ്സിൽ നിന്ന്, അഥവാ ഓണേഴ്സ് ഫണ്ടായിട്ട് മാത്രം, ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമായിട്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ആ ബിസിനസ്സിനെ തീരുമാനിക്കാം. ഇനി ഇതല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യാം? വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സോഴ്സുകളിൽ നിന്ന് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ 2 or 3 സോഴ്സ്. ഇനി എന്താ ഈ 2 or 3 സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇക്വിറ്റി ക്യാപിറ്റലിന് പുറമെ, അഥവാ ഓണേഴ്സ് ഫണ്ടിന് പുറമെ, അല്ലെങ്കിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് അല്ലാതെ എന്ത് ചെയ്യാം? ബിസിനസ്സിൽ വേറെയും സോഴ്സ് ഓഫ് ഫണ്ടുകൾ ഉപയോഗിക്കാം. അപ്പൊ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ ക്യാപിറ്റലിനെ ഓണേഴ്സ് ഫണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ശരിക്ക് ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഇക്വിറ്റി ക്യാപിറ്റലിൽ പണം ഇറക്കിയിരിക്കുന്ന ആളുകൾ, അവർ ഓണേഴ്സ് ആണ് എന്നർത്ഥം. അപ്പോ ഈ ഓണേഴ്സ് അല്ലാത്ത, റിയൽ ഓണേഴ്സ് അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഷെയർ കൂടി ഉണ്ട്. ഇക്വിറ്റി അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഷെയർ നിങ്ങൾ കേട്ടിട്ടുള്ള ഷെയറിനെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്നാണ് അതിന് പറയുന്നത്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. എന്താണ് ഇക്വിറ്റിയും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയൽ ഓണേഴ്സ് ആണ്. അവർക്കാണ് ശരിക്കും നമ്മുടെ കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ ആനുവൽ എന്താ പറയാ മീറ്റിംഗിലൊക്കെ, ജനറൽ മീറ്റിംഗിലൊക്കെ വോട്ടിംഗ് റൈറ്റ് ഉള്ളത് ഈ ഇക്വിറ്റി ഹോൾഡേഴ്സിന് മാത്രമാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ റിയൽ ഓണേഴ്സ് അല്ല, അവര് ഷെയർ ഹോൾഡേഴ്സ് ആണ്, ബട്ട് ദേ ഹാവ് സം പ്രിഫറൻസസ് എന്നാണ് പറയാം. അവർക്ക് ചില പ്രിഫറൻസും ഉണ്ട്, ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ റിയൽ ഓണേഴ്സ് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. അവർക്ക് എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഇല്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയാം. അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2 അഡ്വാൻറ്റേജ് ആണ്, 2 പ്രിഫറൻസുകളാണ്. ഒന്ന്, ഈ കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ, പ്രോഫിറ്റ് എന്നുള്ള നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഉണ്ട്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഉണ്ട്, എക്കണോമിക് പ്രോഫിറ്റ് ഉണ്ട്. ഈ എക്കണോമിക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ഭാഗം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലില് ഏതെങ്കിലും ഔട്ട്സൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ നെക്സ്റ്റ് ഒരു പാർട്ടിൽ പറയാൻ പോകുന്നുണ്ട്, അഥവാ ഡിബഞ്ചേഴ്സോ ബാങ്ക് ലോണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അവർക്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. അഥവാ ഡിബഞ്ചർ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റില് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ സോഴ്സ് ഓഫ് ഫിനാൻസില് ഔട്ട്സൈഡ് ഫണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിന്റെ, നമ്മുടെ കമ്പനിയുടെ ഓണർമാരായിട്ടോ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടോ ഒന്നും അല്ലാത്ത ഒരു വിഭാഗമാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാല് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ആണ്. എന്താ ഈ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നിശ്ചിത പെർസെന്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കാം എന്ന ഒരു എന്താ പറയാ ഒരു എഗ്രിമെന്റില് അവർക്ക് കൊടുക്കുന്ന ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ആണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള ആള്, എങ്ങനെയാണ് അയാൾക്ക് ആ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് കിട്ടുക? അയാളുടെ പണം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 1 lakh പ്രൊജക്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്നതിൽ ഒരു 50,000 രൂപ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ പുറമെ നിന്നുള്ള ഡിബഞ്ചേഴ്സ് ആയിട്ടാണ് ശേഖരിച്ചിട്ടുള്ളത് വെച്ചാല് ഈ 50,000 രൂപയ്ക്ക് നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് സർട്ടൈൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കണം. സപ്പോസ് അവർക്ക് ഒരു 10% നമ്മൾ ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ ടോട്ടൽ ഏൺ ചെയ്ത അക്കൗണ്ടിങ് പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് നിന്ന് അവരുടെ 50,000 രൂപയ്ക്കുള്ള 10% ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇതും കൊടുത്തു കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ 2 തരം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും. ഇക്വിറ്റി ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓണേഴ്സ് ആണ്, റിയൽ ഓണേഴ്സ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ആർക്കുള്ള? ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ
ബാക്കിയുള്ള പ്രോഫിറ്റിന്റെ അതിൽ നിന്ന് ആദ്യം പ്രിഫറൻസ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ന് പറയേണ്ട ആവശ്യമില്ല, പ്രിഫറൻസ് ഉള്ളത് ആർക്കാണ്? ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനല്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് പ്രിഫറൻസ് ഉള്ളത്. എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഇനി അതിന്റെ ആ എക്സാമ്പിൾ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ പറയാം. നമ്മൾ 1 lakh ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു, 10,000 rupees അക്കൗണ്ടിങ് പ്രോഫിറ്റ് കിട്ടി എന്ന് വിചാരിക്കാം. അഥവാ ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 1 lakhന്റെ 10% ആണ് ഈ 10,000 എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു റൗണ്ട് ഫിഗറിലുള്ള എക്സാമ്പിൾ ഒക്കെ പറയുന്നത്. അപ്പോ 10% എന്നുള്ള രീതിയിൽ നമുക്ക് 10,000 rupees അക്കൗണ്ടിങ് പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടി. നമ്മുടെ പ്രോഫിറ്റ് 10,000 ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞു 1 lakh rupees ആണ്. ഈ 1 lakh എന്ന് പറയുന്നതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ഈ 1 lakh ഇൻവെസ്റ്റ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, ഈ 1 lakhൽ 50,000 രൂപ ഡിബഞ്ചർ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത 1 lakh പൈസയാണ്. അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ടില് നമ്മൾ 1 lakhലുള്ള പകുതി 50,000 രൂപ എന്താണ്, ഡിബഞ്ചർ മുഖേനയാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി 50,000-ല് 25,000 ഓണേഴ്സും 25,000 ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സില് ഓണേഴ്സ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 25,000-ഉം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അഥവാ പ്രിഫറൻസ് ഉള്ള, എന്താണ് പ്രിഫറൻസ് ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞില്ല, അത് ഞാൻ നെക്സ്റ്റ് ഒരു ഇതിൽ തന്നെ പറയാം. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 25,000-ഉം അവർ ഇൻവെസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള 50,000 നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് പുറമെ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് കണ്ടെത്തിയ, അല്ലെങ്കിൽ ഡിബഞ്ചർ മുഖേന കണ്ടെത്തിയിട്ടുള്ള ഫണ്ടുമാണ്. ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഈ 1 lakh ആണ് നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ആ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് 10,000 rupees എന്ത് ചെയ്തു, ലാഭം കിട്ടി. ലാഭം കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളിൽ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തത് ഔട്ട്സൈഡേഴ്സ് ആണ്, അഥവാ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ്. അവർക്ക് എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ 10,000-ൽ നിന്ന് സപ്പോസ് 50,000 രൂപയ്ക്ക് നമ്മൾ അവർക്ക് എഗ്രി ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് 10% ആണെന്ന് വിചാരിക്കാം. 10% ആണ് അവർക്ക് കൊടുക്കാവുന്ന ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ 50,000 രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ 50,000 രൂപയുടെ 10% ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ 50,000-ന്റെ 10% എന്ന് പറഞ്ഞാൽ 5,000 നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആയ 10,000-ൽ നിന്ന് എന്ത് ചെയ്തു, 5,000 രൂപ ആർക്ക് കൊടുത്തു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു, അവർക്കുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തു. ഇനി നമുക്ക് അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ബാക്കിയുള്ളത് 5,000 രൂപയാണ്. ഈ 5,000 രൂപ എന്ന് പറയുന്നത് ഇനി ആർക്കാണ് ഇത് ഡിവൈഡ് ചെയ്യാനുള്ളത്, ഇത് പ്രോഫിറ്റ് ആണ്. ഇത് എന്ത് ചെയ്യാനുള്ളതാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണ്. പ്രോഫിറ്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്ത ഔട്ട്സൈഡേഴ്സിനുള്ള ഫണ്ട് നമ്മൾ കൊടുത്തു, ഏർണിങ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മളടുത്ത് 5,000 രൂപയും കൂടി പ്രോഫിറ്റ് ഉണ്ട്. ഇത് ഈ 5,000 രൂപയിൽ നിന്ന് ആദ്യം കിട്ടാൻ, ഓഹരി കിട്ടാൻ ഡിവിഡൻഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി നടക്കാനുള്ളത്. അഥവാ രണ്ടും ഇനി ബാക്കിയുള്ളത് ഒന്ന് ഇക്വിറ്റി ഹോൾഡേഴ്സ് ആണ്, ഒന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇവർക്ക് രണ്ടും കൊടുക്കുന്ന റിട്ടേണിന് നമ്മൾ പറയുന്ന പേരെന്താണ്, ഡിവിഡൻഡ് എന്നാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റിട്ടേണിന് നമ്മൾ പറയുന്ന പേര് ഇൻട്രസ്റ്റ് ആണ് എന്നാണെങ്കിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന്, അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലും അവർക്ക് കൊടുക്കുന്ന ഈ പ്രോഫിറ്റിന്റെ ഭാഗത്തിന് പറയുന്ന പേര് ഡിവിഡൻഡ് എന്നാണ്. അപ്പോ ഇവർക്ക് ഈ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആളുകൾ 2 പേരുടെയും റിട്ടേണിന്റെ പേര് ഡിവിഡൻഡ് എന്നാണെങ്കിലും ആ 2 ഡിവിഡൻഡിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാല് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് ഒരു ഫിക്സഡ് പെർസെന്റേജ് ആണ്. അവർക്കൊരു ഫിക്സഡ് റേറ്റിലാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക. എന്താണ് ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞാല് അവർ ആ ആ പ്രിഫറൻസ് ഷെയർസ് വാങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കുന്ന അഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്, നിങ്ങൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ പ്രിഫറൻസ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിന് നിങ്ങൾക്ക് ഇത്ര പെർസെന്റേജ് എന്ത് കിട്ടും, ഡിവിഡൻഡ് കിട്ടും എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നോർമലി നമ്മൾ പറയാം ഈ ഡിബഞ്ചർ ഇൻട്രസ്റ്റിനേക്കാളും കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള പെർസെന്റേജ് ആയിരിക്കും എപ്പോഴും പ്രിഫറൻസ്
ഡിവിഡൻഡിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ആ എക്സാമ്പിളിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15% എന്ന് എടുക്കാം, 15% എടുക്കാം. 10% ആണ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്ത ഇൻട്രസ്റ്റ്. 15% നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ബാക്കിയുള്ള അവരെത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇങ്ങനെ മനസ്സിൽ പോകരുത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 25,000 ആണ്. എന്ന് പറഞ്ഞാൽ 25,000 രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 25,000ന്റെ 15% അവർക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ഈ 15% എന്നുള്ളത് എന്താണ്, ഫിക്സഡ് ആണ്. അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോ ഈ പറയുന്ന 25,000ന്റെ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 15%, 25,000 ഇൻറ്റു 15/100 എന്ന് പറഞ്ഞാൽ 15%, 25,000ന്റെ 15% എന്ന് പറഞ്ഞാൽ 2,500 പ്ലസ് 1,250 എന്ന് പറഞ്ഞാൽ 3,750 രൂപയാണ്. 3,750 റുപ്പീസ് ആണ് ആർക്ക് വരിക, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ്. ഇനി നിങ്ങൾ നോക്കി നോക്കുക, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ 10% കൊടുത്തു. അപ്പൊ നമ്മുടെ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ആയ 10,000ൽ നിന്ന് 5,000 രൂപ ഔട്ടായി. ബാക്കി 5,000 രൂപ ഉണ്ടായിരുന്നത് അതിൽ 3,750 നമ്മൾ എന്ത് ചെയ്തു, അഥവാ 15% ഓഫ് 25,000 നമ്മൾ ആർക്ക് കൊടുത്തു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തു. ഇനി ആകെ നമുക്ക് ലാഭം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ കയ്യിലുള്ളത് 1,250 രൂപയാണ്. 10,000 രൂപ മൊത്തം അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് കിട്ടിയത് 1,250 രൂപയാണ് ലാഭമുള്ളത്. ഈ 1,250 രൂപയാണ് ആർക്ക് അർഹതപ്പെട്ടിട്ടുള്ളൂ, ഇക്വിറ്റി ഹോൾഡേഴ്സിന് അർഹതപ്പെട്ടിട്ടുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ അതേപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ അതേ സെയിം എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണ്. പക്ഷെ അവർക്ക് കൊടുത്തതിന്റെ പകുതിയിലും താഴെയാണ് ശരിക്കും ഇനി ബാക്കിയുള്ളൂ. 1,250 രൂപ ബാക്കിയുള്ളൂ. 3,750 രൂപ എന്ത് ചെയ്തു, ഇപ്പോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ 15% കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഓണേഴ്സിന് ഇപ്പൊ എന്താ കിട്ടിയത്, വളരെ കുറഞ്ഞ ഒരു റിട്ടേൺ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഞാനിപ്പോ ഈ കുറഞ്ഞ റിട്ടേണേ കിട്ടുള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം. ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇക്വിറ്റി ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്കി ക്യാപിറ്റൽ ആണെന്ന് നമ്മൾ പറയാം. റിസ്ക് ആവാനുള്ള കാരണം എന്താണ്, ഇവർക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത് എന്തല്ല, ഫിക്സഡ് അല്ല. അതില് ചിലപ്പോ ഒന്നും കിട്ടാതിരിക്കാം, ചിലപ്പോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനേക്കാളും ഡിബഞ്ചർ ഹോൾഡേഴ്സിനേക്കാളും ഒക്കെ എത്രയോ മടങ്ങുകൾ എന്ത് കിട്ടാം, പ്രോഫിറ്റ് ലാഭം കിട്ടാം. എത്രയോ ഇരട്ടി, എത്രയോ നമ്പർ ഓഫ് ടൈംസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇക്വിറ്റി ഹോൾഡേഴ്സിന് കിട്ടുകയും ചെയ്യാം, തീരെ കിട്ടാതിരിക്കുകയും ചെയ്യാം. തീരെ കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സംഭവിക്കുക, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 15% ആണ് നമ്മൾ കണക്കാക്കിയത്. 20% ആയിരുന്നു എന്ന് വിചാരിക്കുക. 20% ആണ് വെച്ചാൽ 25,000 രൂപയുടെ 20% എന്ന് പറഞ്ഞാൽ 5,000 ആണ്. എന്ന് പറഞ്ഞാല് ആദ്യം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ മൊത്തം 10,000 രൂപ ലാഭം കിട്ടിയതിൽ നിന്ന് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 5,000 കൊടുത്തു, അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തു. ബാക്കി നമ്മുടെ കയ്യിൽ 5,000 ഉള്ളത്. ആ 5,000 ആർക്ക് കൊടുക്കേണ്ടി വരും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരും. പിന്നെ ആർക്കാ, ഇക്വിറ്റി ഹോൾഡേഴ്സിന് എന്തുണ്ടാവുക, 0 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ തീരെ കിട്ടാതിരിക്കുകയും ചെയ്യാം, ഞാൻ പറഞ്ഞ എക്സാമ്പിളില്. ഇനി എപ്പോഴാണ് ഇക്വിറ്റി ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാവുക, ഇക്വിറ്റി ഹോൾഡേഴ്സ് ഓണേഴ്സ് ആണ്, അവർ ഹൈ റിസ്ക് ആണ് എടുക്കുന്നത്. അവർക്ക് എപ്പോഴാണ് ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, അത് ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഈ പറഞ്ഞ ഡിബഞ്ചേഴ്സിന്റെ കോസ്റ്റ് കുറയണം, അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കുറയണം. അത് 8%ഓ 7% ഒക്കെ ആണെങ്കിൽ ബാക്കി ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയുക, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡിന്റെ പെർസെന്റേജ് കുറയണം. ഇത് 2 മാർഗങ്ങളാണ്. പക്ഷെ അത് പൊതുവെ ആക്സെപ്റ്റബിൾ അല്ല. അവരുടെ പെർസെന്റേജ് കുറയ്ക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യം തന്നെ കുറവ് നിശ്ചയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ടിന്റെ ഡിമാൻഡിനൊക്കെ അനുസരിച്ചിട്ടേ കഴിയുള്ളൂ. പക്ഷേ നമുക്ക് ഒരു കാര്യത്തിലൂടെ പറ്റും, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടിയാൽ. ഇപ്പൊ നമ്മള് 1 lakhന് നമുക്ക് എത്രയാണ് റിട്ടേൺ കിട്ടിയിരുന്നത്, നമ്മുടെ എക്സാമ്പിളില് 10% ആണ്, അഥവാ 10,000 റുപ്പീസേ കിട്ടിയിട്ടുള്ളൂ. ഈ 10,000 എന്നുള്ളത് 20,000ഓ 25,000ഓ ആയിരുന്നു നമുക്ക് ലാഭം കിട്ടിയിരുന്നെങ്കിലോ, അവിടെയാണ് കാര്യം കിടക്കുന്നത്. 25,000 കിട്ടിയിരുന്നു എന്ന് വിചാരിക്കാം, നമുക്ക് ലാഭം കിട്ടിയത് 1 lakh ഇൻവെസ്റ്റ് ചെയ്തു, 25,000 രൂപ ലാഭം കിട്ടി. ഇതേ എക്സാമ്പിളുകൾ എടുത്തു നോക്കുക. നമ്മൾ എന്താ ചെയ്യുക, ഈ പറഞ്ഞ 50,000 ആണ് ആരും എന്ത് ചെയ്തിട്ടുള്ളത്, ഡിബഞ്ചേഴ്സ് തന്നെ തന്നിട്ടുള്ളൂ. ആ 50,000 അവർക്ക് നിശ്ചിതമായ 10% 5,000 രൂപ അവർക്ക് കൊടുത്തു. ബാക്കി നമ്മുടെ അടുത്ത് എന്തുണ്ട്, 20,000 റുപ്പീസ് ഉണ്ട്. ആ 20,000 നമുക്ക് എന്ത് ചെയ്യാണ്, സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ 20% 20% ആണ്, ഹയസ്റ്റ് റേറ്റ് ആണ്
പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് വിചാരിക്കുക. എന്നാലും അവർക്ക് എത്ര കൊടുത്താൽ മതി? 5,000 കൊടുത്താൽ മതി. അഥവാ 25,000ന്റെ 20% 5,000 വരുന്നുള്ളൂ. അവർക്ക് 5,000 കൊടുത്തു. ഇനി നമ്മളടുത്ത് ബാക്കി ഇനിയും എന്തുണ്ട്? 15,000 രൂപയുണ്ട്. ഈ 15,000 ആർക്ക് അർഹതപ്പെട്ടതാണ്? ഇക്വിറ്റി ഹോൾഡേഴ്സിന് അർഹതപ്പെട്ടതാണ്. അപ്പൊ അവർക്ക് എന്ത് കിട്ടും? ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 25,000 ഇൻവെസ്റ്റ് ചെയ്തു, അവർക്ക് വെറും 5,000 ആണ് കിട്ടിയത്. അതിന്റെ 3 ഇരട്ടിയാണ് ആർക്ക് കിട്ടുന്നത്? ഇക്വിറ്റി ഹോൾഡേഴ്സിന് ലാഭം കിട്ടുന്നത്. അപ്പോ ഇതാണ് എന്ത് ശരിക്കും നമ്മൾ സോഴ്സ് ഫിനാൻസിന്റെ കമ്പാരിസൺ നടത്തുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങളാണ്. ഞാൻ 3 സോഴ്സാണ് ഇപ്പൊ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ളൂ. ആ 3 സോഴ്സും ഒന്ന് ഏതാണ്? നമ്മുടെ ലോങ് ടേം ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നതിൽ പെടുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും, രണ്ടാമത്തത് ചില പ്രിഫറൻസസ് ഉള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഒരു പ്രിഫറൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, അവർക്ക് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടുടനെ എന്താ പറയാ ഡിവിഡൻഡ് കിട്ടാൻ അർഹതയുള്ള വിഭാഗമാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് പ്രിഫറൻസ് ഉണ്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ. അഥവാ ഇക്വിറ്റി ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റൂല? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന്റെ മുന്നേ തന്നെ ലാഭം എടുക്കാൻ ഒരിക്കലും പറ്റൂല. ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആണ്, ഉണ്ടെങ്കിൽ അത് മുഴുവനും ഇക്വിറ്റി ഹോൾഡേഴ്സിന് കിട്ടുകയും ചെയ്യും. അപ്പോ ആ പ്രിഫറൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു പ്രിഫറൻസ് കൂടി അവർക്കുണ്ട്. ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി, ആ കമ്പനി പൂട്ടുകയാണെച്ചാൽ, അടച്ചു പൂട്ടുക, അത് പൊളിഞ്ഞു പോയാല് ആ കമ്പനിക്ക് അസറ്റുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാല് പൊളിഞ്ഞു പോയാൽ എല്ലാവരും പിരിച്ചുവിടണമല്ലോ, കടക്കാരൊക്കെ പിരിച്ചുവിടണം. അതിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ആദ്യം പിരിച്ചുവിടും. പിന്നെ അസറ്റില് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ അസറ്റിന്റെ മുകളിലുള്ള റൈറ്റ് ആദ്യം കിട്ടുക ആർക്കാണ്? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അതും കഴിഞ്ഞ് അവർക്കും കൊടുത്തു കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ ഇക്വിറ്റി ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. അതാണ് ഇപ്പൊ 2 പ്രിഫറൻസ് അവർക്കുണ്ട്. ഒന്ന്, ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആദ്യം കിട്ടും. 2, പിരിച്ചു വിടുകയാണെന്ന് വെച്ചാല് ഈ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അസറ്റ് വഴിയാണ് തിരിച്ചു കൊടുക്കുക. ആ അസറ്റ് വഴി തിരിച്ചു കൊടുക്കുമ്പോൾ ആദ്യം അവർക്ക് കൊടുക്കേണ്ടി വരും. ഈ 2 പ്രിഫറൻസ് ഉള്ള ക്യാപിറ്റലാണ്, സോഴ്സ് ഓഫ് ഫണ്ടാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. മൂന്നാമത്തെ ഒന്ന് നമ്മള് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റികളിൽ പെട്ട ഒരുപാട് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റികൾ ഉണ്ട്. അഥവാ പുറമെ നിന്നുള്ള സോഴ്സ് ഓഫ് ഫണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടുകൾ കുറെ എണ്ണുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ടാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും നമ്മളൊരു സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് കണക്കാക്കുന്നു. അവർക്ക് പേ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത്, ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സുകൾ, ഞാൻ ആകെ 3 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് സോഴ്സസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ചെയ്ത് പറയാം. അതിനൊരു എന്താ പറയാ ഫോർമൽ വേലൊന്നല്ല. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, ഷോർട്ട് ടേം ലോൺസ്, പിന്നെ അതേപോലെ വളരെ ഇതായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന സാധനങ്ങളാണ് ട്രേഡ് ക്രെഡിറ്റ്, കൊമേഴ്സ്യൽ പേപ്പേഴ്സ്. കൊമേഴ്സ്യൽ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോമിസറി നോട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അതൊക്കെ കൊമേഴ്സ്യൽ പേപ്പറാണ്. അതേപോലെ എന്താ പറയാ ഡെഫേർഡ് ഇൻകം എന്ന് പറഞ്ഞ സാധനം നമുക്ക് മുൻകൂട്ടി തന്നെ നെക്സ്റ്റ് ഇയറിൽ കിട്ടേണ്ട ഇൻകം മുൻകൂട്ടി കിട്ടും. അതൊരു നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? ഒരു ഫണ്ടായിട്ടാണ് കണക്കാക്കുക. അതേപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ഡെപ്പോസിറ്റുകൾ ഉണ്ട്, പുറമെ നിന്നുള്ള ചില ഡെപ്പോസിറ്റുകൾ ഉണ്ട്, ബോണ്ടുകൾ ഉണ്ട്. അതേപോലെ എന്താ പറയാ ട്രേഡ് ക്രെഡിറ്റ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതേപോലെ എന്താ പറയാ ഫാക്ടറിംഗ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അഥവാ ബിൽസ് റെസ്യൂബിൾസ്, അതൊരു സോഴ്സ് ഓഫ് ഫണ്ടാണ്. ഇങ്ങനെ ന്യൂ ക്യാപിറ്റൽ ഫോർമേഷൻ കുറെ ഉണ്ട്. സീഡ് ക്യാപിറ്റൽ, വെഞ്ചർ ക്യാപിറ്റൽ, ബ്രിഡ്ജ് ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ഐറ്റംസ് വേറെ വരുന്നു. ഡെപ്പോസിറ്ററി എന്നൊക്കെ പറഞ്ഞുള്ള കുറെ വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം സോഴ്സുകളിൽ നിന്ന് ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്, നമ്മൾ ഏത് പ്രൊജക്റ്റിൽ എത്രയാണോ നമ്മുടെ ഫിനാൻസ് റിക്വയർമെന്റ്സ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബിസിനസിന്റെ ഫിനാൻസിങ് നടത്തുക, ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അത് ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നാണ് ആ ഫണ്ട് കണ്ടെത്തുക. ഞാൻ നിങ്ങൾക്കൊരു ബ്രീഫ് ആയിട്ടുള്ള പിക്ചർ തരാനാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് ഇതിന്റെ ഈ ക്ലാസിഫിക്കേഷൻ കുറച്ച് ഫോർമൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നോക്കാം. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തായാലും ഡൗട്ട്സുകൾ ഉണ്ടാവണം. ആ ഡൗട്ട്സുകൾ നിങ്ങൾ കമന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഈ വീഡിയോകൾക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഒരു
എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ചാനൽ ആയതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക.